നമസ്കാരം. ഞാനൊരു കാർ റിവ്യൂ ആയിട്ടല്ല വന്നിട്ടുള്ളത്. എന്നാൽ കാറാണെങ്കിലും ബസ്സാണെങ്കിലും ട്രക്കും ബൈക്കും സ്കൂട്ടറും എല്ലാം തന്നെ നമ്മൾ ഉപയോഗിക്കാറുള്ള റോഡിലാണ്. എന്നാൽ റോഡിൽ നമ്മൾ എങ്ങനെ നടക്കണം, എങ്ങനെ വണ്ടി ഓടിക്കണം എന്നുള്ള വലിയൊരു കാര്യമാണ്. കാരണം ഇല്ലെങ്കിൽ റോഡ് സുരക്ഷ എന്ന വലിയൊരു ക്വസ്റ്റ്യൻ വരും. എന്നാൽ നമുക്കിതൊരു വൈഡ് സ്പെക്ട്രത്തിൽ നോക്കാം. എന്താണ് റോഡ് സുരക്ഷ, എന്താണ് നിങ്ങൾക്ക് അതിനെപ്പറ്റി പറയാനുള്ളത്? അതിൽ നമ്മൾ ഹ്യുണ്ടായി ചേർന്ന് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ബി ദ ബെറ്റർ ഗൈ. All my flyers, welcome to Flywheel. ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മള് മലയാളികള് പൊതുവേ അതിലൊരു കുറവാണല്ലോ, റൂൾസ് ബ്രേക്ക് ചെയ്യലാണല്ലോ നമ്മളൊരു മെയിൻ. ബേസിക്കലി അത് പിടിക്കപ്പെടും എന്നുള്ള സിറ്റുവേഷൻസിൽ മാത്രം പാലിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. If a place is around 40 kilometers far, they are going 60 or 70. It is naturally a bad disaster. ലെഫ്റ്റ് സൈഡ് കട്ട് ചെയ്ത് കയറുക മെയിനായിട്ടുള്ള പ്രശ്നമാണ്. പിന്നെ വൺ വേ റോങ് സൈഡ് കയറുക. It has to be implemented. One way means one way. No entry means no entry. ഇപ്പോഴും നമ്മൾ എന്താ പറയുന്നത് പറഞ്ഞാൽ നമ്മൾ വണ്ടി കൊണ്ട് റോഡിലെടുക്കുന്നു പോകുന്നു, ബാക്കിയുള്ളവർ വേണമെങ്കിൽ അവർ ശ്രദ്ധിക്കട്ടെ എന്നുള്ള ഒരു കണ്ടീഷനിലാണ്. ഇവിടെ ഈ മേഖലയിൽ ഞങ്ങൾ കണ്ടിടത്തോളം കറക്റ്റായിട്ടാണ് പോകുന്നത്. ഞങ്ങളിപ്പോൾ റോഡിൻ്റെ സൈഡിലിരുന്ന് ജോലി എടുക്കുന്ന ആൾക്കാരാണ്. മാത്രമല്ല റോഡിൽ തുപ്പുക പല പ്രാവശ്യം പ്രശ്നം ഉണ്ടാക്കിയ ഒരു സാധനമാണ് റോഡിലേക്ക് തുപ്പല്. ഹെൽമെറ്റ് പോലീസുകാരുണ്ടെങ്കിൽ പെട്ടെന്ന് എടുത്ത് വെക്കുക, അങ്ങനത്തെ നമ്മൾ ഇപ്പോഴും കുറെ കാണാറുണ്ട്. പിന്നെ അയാളുടെ തല പൊട്ടുന്നുള്ളതിനെ കൊണ്ടുള്ള വിചാരം കൊണ്ടല്ല, 1000 രൂപ 2000 രൂപ ഫൈൻ വരുന്നതിനെ കൊണ്ട് മാത്രമാണ് ഹെൽമെറ്റ് വെക്കുന്നത്. ക്യാമറ ഇല്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇടൂല, ഞാൻ വെക്കാണ്ട് പോവാ. പക്ഷെ ഒരു ഇതിൽ നോക്കുമ്പോൾ അത് നമുക്ക് ആക്സിഡന്റ് വരും നമ്മൾ ചിന്തിക്കുന്നില്ല. ഹോൺ ഭയങ്കര അൺനെസസറി ആയിട്ട് ഹോൺ അടിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ ഹോൺ അടിച്ച് നമ്മളിങ്ങനെ ഞാനൊരു ടെൻഷൻ ഫേസിലോട്ട് അങ്ങനെ ഇടയ്ക്ക് എത്തിക്കാറുണ്ട്, നോട്ട് ഓൾവേസ്. ഈ സൗണ്ട് പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിസ്റ്റർബിങ് ആണ്. അതേമാതിരി ബസ്സിലെ ഡ്രൈവേഴ്സിന്റെ വിചാരം ആക്സിലേറ്റർ ചവിട്ടുന്ന അതേപോലെ തന്നെ കൈ എവിടെ വെക്കണം എന്നാ, ഫോണിൽ വെക്കണം എന്നാ. ബസ്സാരൊക്കെ എന്താ പറയാ, വണ്ടി ഓടിക്കല്ല, വണ്ടി പറക്കുക. നമ്മൾ എടുത്തുകൂടെ ഇങ്ങനെ ഉരച്ചിട്ടൊക്കെയായിരിക്കും പോവുക. ഈ പാവപ്പെട്ടവരെ ജീവന് ഒരു വില കൽപ്പിക്കേണ്ട അവര്. ബസ്സുകാർ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ നമുക്ക് ബസ്സുകാരെ കൊണ്ടുണ്ടായിട്ടൊന്നുമില്ല. നമ്മള് റോട്ടുമിൽ ഇല്ലാത്ത രീതിയിലാണ് ഒരു ഐ ഗെസ് മോസ്റ്റ് ഓഫ് ദം തിങ്ക് ദാറ്റ് ദേ ഓൺ ദ റോഡ്. അങ്ങനെയാണ് അവര് മോസ്റ്റ്ലി പോകുന്നത്. ആ ചിന്ത വയ്ക്കുന്നുണ്ട്. കാരണം ഈ ബസ്സുകാർക്ക് മാത്രമായിട്ട് ഒരു റോഡ് നമുക്ക് സർക്കാർ തന്നില്ല. എല്ലാ വാഹനം കടന്നു പോകണം. അതെന്ത് ചെയ്യാം? അപ്പം ഈ സമയത്ത് കൊണ്ട് വാഹനത്തിൽ ഒന്ന് ജസ്റ്റ് ഒരു മുൻഗണന നമ്മൾ കൊടുക്കുക. Now all the four-wheelers are air conditioned. Why this bus driver cabin? Why that cannot be air conditioned? കാറായാലും ബൈക്കായാലും എന്തായാലും അടിക്കൂടി വണ്ടി ഓടിച്ചു. അത് അവർക്ക് നമുക്ക് സമയമുണ്ട്. നമുക്കിപ്പോൾ ഒരു 10 വൈകി കഴിഞ്ഞാൽ നമുക്കത് വീട്ടിൽ കുഴപ്പമൊന്നുമില്ല, നല്ല പോയി. പക്ഷേ ആ സമയത്ത് ബസ്സിനല്ല, സമയത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. അത് നല്ലൊരു മനോഭാവമാണ്. നമ്മളെ നെഞ്ഞത്തൂടെ കയറ്റിയിട്ട് അങ്ങോട്ട് പോകാമല്ലോ. അല്ല, ഒപ്പീനിയൻ ഒരു കാരണവശാലും ശരിയല്ല. ഈ ബസ്സുകാർക്കുള്ള അതേപോലെ തന്നെ ഈക്വലി ടൈമിന് നമുക്ക് എത്തേണ്ടതുണ്ട്. ഇതിന് ആരെങ്കിലും നടപടി എടുക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് ഈ ബസ്സിന്റെ പേരിൽ നടപടി എടുക്കാൻ ഒരു അധികാരികളും തയ്യാറില്ല. കാരണം എന്താ വെച്ചാൽ അത് വലിയൊരു ലോബിയാണ്. പക്ഷെ ശരിക്കുള്ള വീട്ടിലെ വില്ലന്മാര് അത് ബസ്സുകാർ തന്നെ ആണോ? ആരാണ് ഒരു അത് ഇപ്പോൾ നമ്മൾ നിന്ന നിപ്പിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ ഒറ്റയടിക്ക് 360 തിരിയും ഓട്ടോക്കാർ ഏറ്റവും ഭയങ്കരമായിട്ട് പേടിക്കണ്ടേ. ഈ ഓട്ടോറിക്ഷക്കാരെല്ലാവരും കുറ്റം പറയും, പക്ഷെ ഓട്ടോറിക്ഷക്കാരുടെ പ്രശ്നങ്ങൾ ആരും അറിയുന്നില്ല. അപ്പം നമ്മളങ്ങനെ ഇൻഡിക്കേറ്റർ പെട്ടെന്ന് അങ്ങനെ ഇടാണ്ട് വന്ന് നമ്മളങ്ങനെ ഒരു വണ്ടിക്കാരെ കളിക്കുക. എല്ലാവരും ഇൻഡിക്കേറ്റർ ഇട്ടിട്ടും അതിൻ്റെതായ ഓട്ടോറിക്ഷക്കാരധികം റൂൾസ് പാലിച്ചിട്ട് പിന്നെ ചില ആൾക്കാരുണ്ടാവില്ല, എല്ലാത്തിലും ഉണ്ടാവുമല്ലോ. ഞാൻ ഓട്ടോന്റെ ബാക്കിൽ വല്ലാണ്ട് പോവാറില്ല. പക്ഷേ എനിക്കത് പറയാനുള്ള നേരെ തലയിരിച്ചിട്ടാ. കാരണം ഈ കാറുകാരെ ബാക്കിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും കാറുകാർ സൈഡ് വരില്ല. It is easy to blame നമ്മൾ ഒരു particular category blame ചെയ്യുക, but they are also operating under constraints. ഇതായിട്ട് ലൈസൻസ് എടുത്തിറങ്ങുന്ന ചെറിയ പിള്ളേരാണ്. അവർ ഒരു നിയന്ത്രണവും ഇല്ലാതെ സ്പീഡും അങ്ങനെയൊക്കെ പോകുന്നത്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ റൈറ്റിലേക്ക് ഇട്ട് ലെഫ്റ്റിലേക്ക് എടുക്കുക. കൾച്ചർ വൈസ് എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ചും കൂടി അത് നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് ആ സാധനം കിട്ടുക. വണ്ടി ഓടിക്കുന്നവരെ മാത്രം കുറ്റം പറയാനായിട്ട് പറ്റില്ല. മെയിൻ റീസൺ ട്രാഫിക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് സ്ട്രിക്റ്റ് അല്ലാത്തതാണ്. ഒരുപാട് സംഭവങ്ങൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ റോഡിൻ്റെ ഡിസൈൻസ് അവിടെ കുറച്ച് ഫോൾട്ട്സ് ഉണ്ട്. ഒരുവിധം റോഡുകളൊക്കെ പറ്റാവുന്നതും തന്നെയാണ്. അപ്പോൾ കുറേയൊക്കെ ശരിയാക്കി പാച്ച് ചെയ്ത് വരുന്നുണ്ട്. സൗകര്യങ്ങൾ എന്ന് പറഞ്ഞാൽ
നല്ല സജ്ജീകരണങ്ങൾ. കേരളത്തിൽ എല്ലാവരും നോക്കിക്കഴിഞ്ഞാലും അത്ര നല്ലതാണെന്ന് ഞാൻ പറയില്ല ഒരിക്കലും. എവിടെ പോയാലും ഒരു കുണ്ടും കുഴിയും എന്തായാലും ഉണ്ടാവും. സപ്പോസ് ഒരു മഴ വരികയാണെങ്കിൽ വി ഡോണ്ട് നോ ലൈക്ക് വെയർ ടു ഗോ സ്ലോ, വെയർ ടു ഗോ ഫാസ്റ്റ്. നാരോനെസ്, പ്രോപ്പർ വീതിയില്ല. ഡെയിലി മാർക്കറ്റിൽ വണ്ടികൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്, ബട്ട് റോഡിന്റെ വീതി കൂടുന്നില്ല. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോകുന്നില്ല. എല്ലാ റോഡുകളും അതേപോലെ 4 വരിയാക്കി ഡിവൈഡർ വെച്ച് കഴിഞ്ഞാൽ ഈ കൂട്ടിയിടിയും അത് സംബന്ധിച്ചിട്ടുള്ള നമ്മുടെ മരണനിരക്കും കുറയ്ക്കാൻ കഴിയും. അപ്പോൾ അതിന് അധികാരികൾ കണ്ണു തുറന്നാൽ എല്ലാം ശരിയാവും. അതിലേക്ക് ഞങ്ങൾ ഓട്ടോക്കാരും റെഡിയാവും. പെഡസ്ട്രിയൻസിൻ്റെ റോൾ ഉണ്ട് കേട്ടോ. പെഡസ്ട്രിയൻ നമ്മൾ പെട്ടെന്ന് വി ഡോണ്ട് വെയിറ്റ് ഫോർ സീബ്ര ക്രോസിംഗ്. നമ്മൾ എവിടുന്നോ ചാടും. ഞാനടക്കം വി ആർ ഓൾ യൂസ് ടു ദാറ്റ് ബിക്കോസ് സഫീഷ്യൻറ്റ് സീബ്ര ക്രോസസ് ആർ നോട്ട് ദെയർ. അപ്പം ക്രോസ് ചെയ്യുമ്പം എൻഷുർ ദാറ്റ് രണ്ട് സൈഡിലും സേഫ് ആണ്. ഒരു ബേസിക് കോമൺ സെൻസ് ആണ് വാക്ക് ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ദ റോഡ്. വലത് വശം ചേർന്ന് നടക്കുന്നുണ്ട്, ആ വശത്ത് കൂടെ അത് നടക്കൂല. അവർ നേരെ ഇതുപറിച്ച് നടക്കുള്ളൂ. പിന്നെ ഈ സീബ്ര ലൈൻ കൂടെ പാസ് ചെയ്യണമെങ്കിൽ അവരെല്ലാം പോകില്ല. നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും ഒന്നല്ല ക്രോസ് ചെയ്യുന്നത്, സീബ്ര ലൈൻ നോക്കിയിട്ടാവും ക്രോസ് ചെയ്യുന്നത്. ആ ക്രോസ് ചെയ്യുമ്പോൾ മറ്റുള്ള വാഹനങ്ങൾ വരുമ്പോൾ ഇവരൊന്ന് റോഡ് ക്രോസ് ചെയ്യട്ടെ എന്നുള്ള ചിന്ത അവർക്ക് വേണം. നടക്കണമെന്നുള്ള ബോധ്യം വേണം. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ ഒറ്റക്കല്ല, ഇവിടെ വേറെ പല ആൾക്കാർ പോകുന്നുണ്ട്. അപ്പം ഞാനൊന്ന് ശ്രദ്ധിച്ച് നടക്കണം എന്നുള്ള ബോധ്യം അവർക്കും വേണം. പെഡസ്ട്രിയൻസിന് പാസ് ചെയ്യാനുള്ള ലൈറ്റ് ഉണ്ടാവും, അവർക്ക് ഒരു ഇതുമില്ല. അവർ മാവ് റോഡിലെ കൂടെയൊക്കെ അങ്ങനെ ഓടുക ചെയ്യുക. ഏതെങ്കിലും ഒരു പോലീസുകാരൻ ചെന്നിട്ട് പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾക്ക് ഇതിലേ പോകാൻ പറ്റില്ല, ഈ സമയത്ത് പോകേണ്ടതല്ല, സിഗ്നൽ ഓൺ ആയതാണ്. നമ്മൾ ഓരോ സിഗ്നലിലേക്ക് എത്തുന്ന സമയത്തും ലെഫ്റ്റ് ഫ്രീ ആയിരിക്കും. ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ സ്ട്രെയിറ്റ് പോകേണ്ട ആളുടെ വാഹനം ഉണ്ടാവുക. എന്നാൽ ഇവിടെ ഈ നിയമം പാലിപ്പിക്കപ്പെടേണ്ട ആളുകൾ, പോലീസ്മാൻ ഇവിടെ ഉണ്ടാവും. ഇവർ എന്തെങ്കിലും ഈ കാര്യത്തിൽ ഇടപെടും ഞാൻ കണ്ടിട്ടില്ല. ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ പിന്നെ ജംഗ്ഷനുകളിൽ ക്യൂ തെറ്റിച്ച് കയറി ബ്ലോക്ക് ആക്കുക, ഇതൊക്കെ ജനങ്ങൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. എല്ലാവർക്കും സ്പീഡിൽ പെട്ടെന്ന് പോകണം. എല്ലാവർക്കും തിരക്കാണല്ലോ. കേട്ടല്ലോ, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചേരാം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചേരുന്ന അവരുടെ വ്യൂസാണ്. പക്ഷേ നമുക്കിങ്ങനെ കുറ്റപ്പെടുത്തിയിരുന്നുകൊണ്ട് കാര്യമില്ല. നമുക്ക് ഇതിനെ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ് നോക്കണ്ടേ. പേഴ്സണലി നമുക്കിപ്പം വേറെ ആൾക്കാരും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. One is by myself being a responsible driver. ഞാൻ ഡ്രൈവ് ചെയ്യുന്നത് കണ്ടിട്ട് മറ്റുള്ളവർക്ക് മാതൃകയാവാന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ സ്വന്തമായിട്ട് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടുത്തെ സംവിധാനങ്ങൾ RTO ഓഫീസോ പോലീസോ ഒക്കെ ആകുന്ന സമയത്ത് ഏറ്റവും മാർഗമായിട്ട് യൂസ് ചെയ്യുന്ന റോഡാണിത് എന്നുള്ള ബോധം ഗവൺമെന്റിനും ഉണ്ടാക്കണം. റോഡ് വൈഡൻ ചെയ്യണം. അത് മാറ്റം വരുത്താന്ന് പറഞ്ഞാൽ നമുക്ക് പ്രയാസമുള്ള കാര്യമാണ്. നമുക്ക് എന്തായാലും നമുക്ക് ഈ കാലത്ത് മാറ്റം വരുത്താൻ കഴിയില്ല. ഏതൊരു വണ്ടി ചൂസ് ചെയ്യുന്ന സമയത്തും നമ്മൾ റീസെയിൽ വാല്യൂ നോക്കാതെ സേഫ്റ്റിയാണ് കൂടുതലായിട്ടും നോക്കേണ്ടത് എന്നുള്ളതാണ്. 3 മിറേഴ്സ് കോൺസ്റ്റന്റ്ലി യൂസ് ചെയ്യുക. ഞാൻ എങ്ങനെയും ഓടിച്ചു പോലല്ല, മറ്റുള്ളവർക്കും കൂടി ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ ഞാൻ ഡ്രൈവ് ചെയ്യാം. ഇഫ് വി വാണ്ട് എ ബെറ്റർ പ്ലേസ്, ഇറ്റ്സ് നോട്ട് എ വൺ മാൻ ഷോ. അതിലേക്ക് കുറേ ഫാക്ടേഴ്സ് വരുന്നുണ്ട്. വെറും ഒരു ഇൻഡിവിജ്വൽ അല്ല, വെറും ഒരു പെഡസ്ട്രിയൻ അല്ല, വെറും ഒരു ഡ്രൈവർ അല്ല. ഇത് മൊത്തത്തിലൊരു എല്ലാവരുടെയും കൂടെ ഒരു കൂട്ടായിട്ടുള്ള ഒരു വർക്ക് ശരിക്കും അല്ലേ. നമ്മൾ നമ്മുടെ സൈഡും ചെയ്യണം, ഗവൺമെൻറ് സൈഡും ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വുഡ് ബി ബെറ്റർ പ്ലേസ് ടു ഡ്രൈവ്. ഇന്ന് നമുക്ക് ഉള്ള പല ബഹുമതിയുണ്ട് റോഡ് സേഫ്റ്റിയിൽ കുറവുള്ള ബഹുമതികൾ. ആ ബഹുമതികൾ നമുക്കത് വേണ്ട. അതുകൊണ്ട് തന്നെ നാളത്തെ തലമുറയെങ്കിലും ഇത് ബെറ്ററായിട്ട് റോഡ് ഉപയോഗിച്ച് നല്ലൊരു റോഡ് കൾച്ചർ അല്ലെങ്കിൽ ട്രാഫിക് കൾച്ചർ ഡെവലപ്പ് ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മേക്ക് ദ റോഡ് ബെറ്റർ ബൈ ബീയിങ് എ ബെറ്റർ ഗായ്. നമ്മളിപ്പോൾ ഓരോരുത്തരും വാഹനമായിട്ട് ഏത് വാഹനമായിട്ട് റോഡിൽ ഇറങ്ങുമ്പോൾ നമ്മളെ കഴിവല്ലല്ലോ, നമ്മളെ നയിക്കുന്ന ഒരു ശക്തി ഉണ്ടല്ലോ. ശക്തി ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ നമ്മളെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അടുത്തവണ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ സ്റ്റേ സേഫ്, എൻജോയ് വീലിംഗ് ആൻഡ് ബി സേഫ്.